ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോറ്റു തുന്നമ്പാടിയ വക്കിൽ നിൽക്കുകയാണ് സി എമ്മും അതേപോലെ തന്നെ ആകാശും. അപ്പോൾ സി എമ്മിൻ്റെ കയ്യിൽ നിന്ന് കുറേ അടിയും കിട്ടി നമ്മുടെ ആകാശാണെങ്കിൽ നാണം കിട്ടൊരവസ്ഥ നിൽക്കുക. അതിനുശേഷം പറയാണ്, ഞാൻ സാറിനെ ഒറ്റ കൊടുക്കുകയൊന്നുമില്ല, പക്ഷേ ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വിനോദ് പുറത്തിറങ്ങിയെങ്കിൽ മഹേഷിനെ തകർക്കാനുള്ള ആയുധമൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും പറയാണ്. നീ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? നിനക്കിനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതൊക്കെ സാറിൻ്റെ വെറും തോന്നലാണ്. ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് ആകാശിൻ്റെ കൊച്ചിനെ വെച്ചാണ് എന്ന് പറയാണ്. എടാ, പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോഴേക്കും, അതൊന്നും സാറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കളി നേരിട്ട് കാണുമ്പോൾ സാറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇനി ആ ഒരുമ്പിട്ടിറക്കം തന്നെയാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ സി എമ്മിൻ്റെ കൂടെ നിന്ന് ആളിങ്ങനെ സംസാരിക്കുകയാണ്. സാറേ, അവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ആകാശത്തല്ല, ഇതിനപ്പുറവും പറയും. പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. പക്ഷെ അവൻ പറയുന്നത് എനിക്ക് വിശ്വസിച്ചല്ലേ മതിയാവുള്ളൂടാ. ഞാനേതായാലും സി എം കസാലിൽ ഇരുന്ന് പോയില്ലേ, അപ്പോൾ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ ചെയ്യട്ടെ. അല്ലാതെ എനിക്കിതിൽ ഒരു കാര്യത്തിലും കൈയടക്കാനായിട്ട് പറ്റില്ല എന്നൊരു കാര്യവും സി എമ്മും പറയാം. പിന്നീട് കാണിക്കും നമ്മുടെ മനസ്വിനെയും രാമനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നാലും ആ പെൺകൊച്ചിനെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു. എന്ത് വിശ്വസിച്ച് നമ്മൾ ഇവിടെ നിർത്തും? ആ പെൺകൊച്ചിന് ജീവന് ആപത്തുണ്ടെങ്കിലോ? ഇനി അത് സാക്ഷിയും കൂടി പറഞ്ഞിരിക്കുക, പിന്നെ അത് പുറത്തിറങ്ങിയിരിക്കുക. അപ്പോൾ ഈ പെൺകൊച്ചിന് വധഭീഷണി ഉണ്ടാവില്ലെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ന രീതിയിൽ പറയുമ്പോഴാണ് നമ്മുടെ ഈഷിത വരുന്നത്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അതെ, അവർ താഴ്ത്ത് വന്നിട്ടുണ്ടെന്ന്. മഹേഷേ ഒരു കണക്കിന് വലിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. ഓഹോ, അപ്പോൾ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഞങ്ങളെ കാണാനുള്ള താല്പര്യം അവനില്ലല്ലേ? അതുകൊണ്ടല്ലേ മഹേഷ് വലിച്ചു പിടിച്ച് അടിച്ചുകൊണ്ട് വരുന്നെന്ന് പറയുന്നത്? ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നു. നമ്മുടെ ഇഷിത പോയി കഥ തുറക്കുകയാണ്. ദേ മഹേഷ് വരുന്നു. അതിൻ്റെ പിന്നാലെ വിനോദും കൂടി വരിക. അപ്പോൾ വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഈ സ്വപ്നവല്ലിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, എടാ നിന്നെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എടാ. എന്നാലും നിനക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചല്ലോ. എനിക്ക് വളരെയേറെ സന്തോഷമായി എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അങ്ങനെ വിനോദാണെങ്കിൽ, ഏട്ടനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഏട്ടാ. ഏട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചു തന്നത്, എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു പിടിച്ചു തന്നതൊക്കെ ഏട്ടൻ തന്നെയാണെന്നൊക്കെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഏട്ടൻ പറയുവാണ്, അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ കാര്യം നീ അനുസരിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഏട്ടാ, എന്താ ഏട്ടന് പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാൽ പറ. പിഷിതയും പറയാണ്, അതെ, ഏട്ടൻ മനസ്സിലൊരു താല്പര്യമുണ്ട്. അത് നിന്നെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. അതുകൊണ്ട് ഏട്ടൻ പറയുന്ന കാര്യം അനുസരിക്കണം. ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ പറ ഏട്ടാ. ഞാൻ ഏട്ടൻ്റെ അനിയനല്ലേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മഹേഷ് പറയാ, അതെ, എനിക്ക് മനസ്സിലായി ഏട്ടാ. ഞാൻ സുചിത്രയെ കല്യാണം കഴിക്കണമെന്നല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ ചേട്ടൻ ഉണ്ടാവുള്ളൂ. എനിക്ക് വേണ്ടി അവൾ ഇത്രയും നാൾ കാത്തിരുന്നല്ലേ. അപ്പോൾ അവൾ എനിക്ക് കൈവിടാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല ഏട്ടാ. അതൊന്നും അല്ലടാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, നിന്റെ മനസ്സിലുള്ള ആ പകയും പോക്കൊക്കെ നിർത്തിവെക്കണം. ആകാശിനോടും പിന്നെ ആ സി എമ്മിനോടുള്ള എല്ലാ പകയും ഒക്കെ നിർത്തിവെക്കണം. പിന്നെ അതിനുശേഷം നീ അവരോട് തല്ലുപിടിക്കാനോ വഴക്കുണ്ടാക്കാനോ പോകാൻ നിൽക്കരുത്. ഇത് കേട്ട വിനോദിൻ്റെ തൻ്റെ സ്വഭാവം പുറത്തു വരികയാണ്. ഇല്ലേട്ടാ, ഞാൻ ജയിലഴിക്കുള്ളിലായിരുന്നപ്പോഴും എന്നെ തളർത്തായിരുന്നത് എന്താണെന്നറിയാവോ? സി എമ്മിൻ്റെ മുഖവും അതേപോലെ തന്നെ ആകാശിൻ്റെ മുഖവുമാണ് എന്നെ തളർത്താതിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ, അവനോട് പക പോക്കണമെന്ന്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സ്വപ്നവല്ലിക്കാകെ സങ്കടം തോന്നി. അപ്പോൾ സ്വപ്നവല്ലി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണ, വേണ്ട മോനെ, നീ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങരുത്. കാരണം നമുക്കതിനുള്ള സമയം വരും. ഇപ്പം നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അവർ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് വീണ്ടും നിന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി. പക്ഷേ ഈ സി എമ്മിനെയും ആകാശിനെയും തകർക്കാനുള്ള എല്ലാ വഴികളും നമ്മളുടെ കൺമുന്നിലേക്ക് വരും. ആ സമയത്ത് മാത്രം തക്കം പാർത്തുനിന്ന് മാത്രമേ അവരെ തകർക്കാനായിട്ട് പാടുള്ളൂ. അതുവരെ നീ കുറച്ച് അടങ്ങണം മോനെ എന്ന് പറയുകയാണ്. നമുക്ക് വരുവടാ, അങ്ങനെ അവരെ വെറുതെ വിടാനൊന്നും ഞാൻ പറയുന്നില്ല. നിന്നോട് ദ്രോഹം ചെയ്തവരോടൊക്കെ പകരം വീട്ടുക തന്നെ ചെയ്യണം. പക്ഷേ അതിൻ്റെ സമയം ഇപ്പോഴല്ല.
അത് നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ മഹേഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. അപ്പോഴതേ വരുന്നു നമ്മുടെ മനസ്സിന് കുറച്ച് പായസം ഇട്ട് വരികയാണ്. ദേ എന്തൊക്കെയായാലും നീ ഇറങ്ങിയതല്ലേ, ദേ അതിന് പകരമായിട്ട് ദേ മധുരം കഴിച്ച് നമുക്കിത് ആഘോഷിക്കാം, മധുരം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിൻ്റെ കയ്യിലേക്ക് മധുരം കൊടുക്കുകയാണ്. അങ്ങനെ മഹേഷ് അതിൽ നിന്നൊരു സ്പൂൺ പായസം എടുത്തിട്ട് വിനോദിൻ്റെ വായിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനോദിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഏട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയണം. ഏട്ടാ, എൻ്റെ ഏട്ടനെ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ഏട്ടാ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടം പറിച്ചിലും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ഇഷിതയ്ക്കും ആകെ സങ്കടം തോന്നുകയാണ്. ഏതായാലും ദൈവമേ എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കി തന്നല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ടെന്നും മനസ്വിനിയും പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഇതിനെയാണ്, സുചിത്രയാണ്. അപ്പോൾ സുചിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിനോദ് വന്നിട്ട് എനിക്കൊന്ന് കാണാൻ പോകാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് ചെന്നാലോ, അങ്ങോട്ട് ചെന്ന് വിനോദിനെ കാണാം എന്ന് വിചാരിച്ചുകൊണ്ട് സുചിത്ര നേരെ പുറത്തിറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കാണണ്ട വിനോദിനെ, ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കളിയാക്കും, അയ്യേ ദേ വിനോദിനെ കാണാൻ ഞാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കും, അതുകൊണ്ട് ഏതായാലും വിനോദിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ്ട, വിനോദ് ഇങ്ങോട്ടും വരൂല്ലല്ലോ, ഇപ്പം എന്താ ചെയ്യുക, വിനോദിനെ പുറത്തിറങ്ങിയിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇഷിതയുടെ കോൾ വരുന്നത്. അയ്യോ ഇഷിതേച്ചിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുക. ആ ഇഷിതേച്ചി എന്തേച്ചി വിളിച്ചത്? അയ്യടാ ഒന്നും അറിയാത്തതുപോലെ, വിനോദ് വന്നിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ സുചിത്രേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നോട്? ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചേച്ചി എനിക്കറിയാം നീ ഇങ്ങോട്ട് വരില്ലെന്ന്, വിനോദും അങ്ങോട്ടും വരില്ലെന്നറിയാം. അപ്പോൾ പിന്നെ നിനക്ക് വിനോദിനെ കാണണ്ടേ? ആ ചേച്ചി എനിക്ക് വിനോദിനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പിന്നെന്താ കുഴപ്പം, ഇങ്ങോട്ട് വാ. അല്ല വിനോദ് പോകാറായോ? ഇപ്പം പോകില്ല, ഞാൻ അവനെ പറഞ്ഞിവിടെ നിർത്തിയിട്ടുണ്ട്, നിന്നെ കണ്ട് നിന്നോട് സംസാരിച്ചിട്ടേ വിനോദ് പോകുള്ളൂ, അതുകൊണ്ട് ഇനി മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല മോളെ, ഇങ്ങോട്ട് പോര് എന്ന് നമ്മുടെ സുചിത്രയോട് പറയണം. സുചിത്രയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു, ഏതായാലും വിനോദിനെ കാണാനായിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റുമല്ലോ, ഇപ്പം തന്നെ വിനോദിനെ കാണണം എന്ന് പറഞ്ഞ് സുചിത്ര നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. റൂമിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വിനോദ് കണ്ണാടി നോക്കി നിൽക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുചിത്രയ്ക്ക് ഒരു ചമ്മലും നാണമൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ സുചിത്രയും കാണുകയാണ്. അപ്പോൾ സുചിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിനോദിന് ഭയങ്കര സന്തോഷം. വിനോദ് അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, സുചിത്രയെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ലെന്ന് നിനക്ക് തോന്നിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹേയ് എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയില്ല വിനോദേ, ഉറപ്പായിട്ടും നീ വരുമെന്ന് എനിക്കറിയായിരുന്നു, അങ്ങനെ നിന്നെ എക്കാലവും പിടിച്ചിടാനൊന്നും പറ്റിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കാത്തിരുന്നത് വിനോദേ എന്നൊക്കെ പറയാം. ഏട്ടനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, എനിക്ക് വേണ്ടി നീ കാത്തിരിക്കുകയാണെന്ന്, നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്, നിന്നെ മറക്കണമെന്നും നീ വേറൊരു ജീവിതം തേടി പോകണമെന്നും എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ, ഞാനങ്ങനെ വേറൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവം, തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാനായിട്ട്, എൻ്റെ ദുഃഖത്തിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പട്ടികയും കൂടി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നല്ലോ, പിന്നെ നീ കാത്തിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു സുചിത്രേ, കാരണം നിൻ്റെ ജീവിതത്തിലും കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതല്ലേ, അപ്പോഴൊക്കെ നീ തരണം ചെയ്തില്ലേ, അപ്പോൾ നീ എന്നെ വിട്ടുകളയില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയാണ്. അതെ നീ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയില്ലെങ്കിലും നിന്നെ ശിക്ഷിക്കും, എത്ര വർഷം ശിക്ഷിക്കും? ഒരു 5-6 വർഷം ശിക്ഷിക്കും, അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റിയൊക്കെ എനിക്കുണ്ട് മോനെ എന്നൊക്കെ പറയാം. പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, കല്യാണക്കാര്യം വരെയും പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വിനോദേ വേണ്ടത്, നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണ്ടേ? അങ്ങനെ നടത്തണമെന്ന് പറയുമ്പോൾ അവരൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ചോട്ടെ. ആഗ്രഹം മനസ്സിൽ വെച്ചോട്ടേന്നോ? അപ്പോൾ ഈ കല്യാണം നടത്താനായിട്ട് ഒരു പ്ലാനും ഇല്ലേ? ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട വിനോദേ, എത്രയും പെട്ടെന്ന് ഈ ഒരു ചടങ്ങ് നടക്കണം, അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ, എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറയാണ്. എൻ്റെ പൊന്നെ അങ്ങനെ ഞാൻ പിന്മാറിയൊന്നുമില്ലല്ലോ, പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് സുചിത്രേ, നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതിനുപരിയായിട്ട് എനിക്ക് ആതിരയെ കാണണം, ആതിരയോട് ഒരുപാട് നന്ദി പറയുകയും ചെയ്യണം. അതെ, ആതിരക്ക് ഞാനൊരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ജീവൻ രക്ഷിച്ച അവൾക്ക് വേണ്ടി എൻ്റെ ജീവൻ്റെ തുല്യമായ ഒരു സർപ്രൈസ് തന്നെയാണ് ഞാനെടുത്ത് വെച്ചിരിക്കുന്നത്, എൻ്റെ ജീവൻ തന്നെ തിരിച്ചു തന്ന അവൾക്ക് വേണ്ടി, അതെങ്കിലും ഞാൻ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ, അയ്യോ ഇനി എന്നെ എപ്പോഴാണ് കാണുന്നത് എന്നൊക്കെ സുചിത്ര ചോദിക്കാം. കാണാലോ, ഇനിയിപ്പം നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയും പറഞ്ഞ് സുചിത്രയെ ഒരു തോളിലൊന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് വിനോദ് പോവാം.
സുചിത്രയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം തോന്നിക്കുകയാണ്. ഇതിൽ പരം സന്തോഷം ഇനി എന്ത് കിട്ടാനാ? അങ്ങനെ ആകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ തോറ്റു തുന്നമ്പാടി ഒരു അവസ്ഥയിലിരിക്കുകയാണല്ലോ. ആ സമയത്ത് സുമി വന്നിട്ട് എന്താണ് ആകാശേ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹോ, എല്ലാം തകർന്നു തരിപ്പണമായ ഒരു അവസ്ഥയിലാണല്ലേ. ആ, എനിക്ക് അങ്ങനെയൊന്നും തകർന്നു തരിപ്പണമായ ഒരു അവസ്ഥയിലൊന്നും ആയിപ്പോയിട്ടില്ല. അല്ല, നമ്മുടെ കാര്യം എന്തായി? എന്ത് നമ്മുടെ കാര്യം? അല്ല, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനെ കുറിച്ച് പറഞ്ഞാണല്ലോ. ഓ, ഞാൻ ആലോചിച്ചാണ് അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ നീ പെർഫെക്റ്റ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ ഞാൻ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട്? കാരണം നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫാമിലി ജീവിതം താല്പര്യമില്ല എന്ന്. കുടുംബം, കുട്ടികൾ, തലവേദന, റിലേറ്റീവ്, അങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ട. ഈ ഉള്ള ജീവിതം അടിച്ച് പൊളിച്ച് ജീവിക്കണം. അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ കുടുംബിനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം പിന്നെ അതിനോട് നമുക്ക് യാതൊരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ കശപിശയ. ആ സമയത്താണ് ദാ വരുന്നു രചന. അപ്പം രചന ഇവർ രണ്ടുപേരും നിൽക്കുന്ന കാഴ്ച ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണമല്ലോ. അപ്പം നമ്മുടെ ആകാശ് പറയാണ്, അതെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അതിനെക്കുറിച്ചാണ് ഈ സംസാരങ്ങൾ മുഴുവനും സംസാരിക്കുന്നത്. എന്ത് സംഭവങ്ങൾ? പ്രിയ സുഹൃത്തായ മനസ്സൂക്ഷിപ്പുകാരിയായ സുമിയോട് തന്നെ താൻ ചോദിക്കേ. എന്താ സുമി? അത് പിന്നെ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? ഈ ആകാശ് തോറ്റ് തുന്നം പാടിയൊരു അവസ്ഥയിലിരിക്കുകയാണ് അല്ലേ. ഞാൻ തോറ്റ് തുന്നം പാടിയിട്ടൊന്നുമില്ല, അത് ആകാശിൻ്റെ ഒരു രീതിയിൽ പറയുന്നു. പക്ഷേ രചന നീ കേട്ടോ, ഈ ആകാശ് ശരിക്കും തോറ്റു തുന്നമ്പാടിയൊരു അവസ്ഥയിലാണ്. മഹേഷിനെ കൊടുക്കാൻ വേണ്ടി വിനോദിനെയും വേറൊരു പെണ്ണിനെയും വെച്ച് ആ വിഹിതങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് വിനോദ് ആ പെണ്ണിനെ കയറി പിടിച്ചെന്ന് വരുത്തി തീർത്തു. അങ്ങനെ വിനോദ് ജയിലായി. ഇപ്പോൾ എല്ലാ സാക്ഷികളും പറഞ്ഞ് വിനോദിനെ കോടതി വെറുതെ വിട്ടു. വെറുതെ വിട്ടുന്നോ? എന്തൊക്കെയാ ആകാശ് ഈ പറയുന്നത്? വെറുതെ വിട്ടോന്നല്ല, ജാമ്യത്തിലിറങ്ങിയെന്നോ? അല്ല രചന, ജാമ്യത്തിലിറങ്ങിയതല്ല, അവനെ കോടതി വെറുതെ വിട്ടതാണ്. ഇയാൾ ചുമ്മാ കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുകയാണ്. ഇവൻ പറയണമെന്ന് വിശ്വസിക്കാനായിട്ട് പാടില്ല. ഇവിടെ ജയിച്ചിരിക്കുന്നത് മഹേഷാണ്. ഇപ്പൊ തോറ്റു തുന്നമ്പാടി ദേ മൂക്കിൽ വിരൽ വെച്ചിരിക്കുകയാണ് ആകാശിൻ്റെ ഇത്. ആകാശ് എവിടെയും തോറ്റിട്ടില്ല, തോറ്റു തുന്നമ്പാടാനായിട്ട് പോകുന്നില്ല. എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ആകാശ് എപ്പോഴും രാജാവായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആകാശിന് താല്പര്യം എന്ന് പറഞ്ഞ് ആകാശ് പോവാണ്. ആകാശ് പോയി കഴിഞ്ഞപ്പോഴേക്കും രചന, അവൻ പറയണമെന്ന് വിശ്വസിക്കേണ്ട, മുഴുവനും കള്ളത്തരമാണ്. ഇവിടെ മഹേഷ് ജയിച്ചിരിക്കുകയാണ്. ഓ, മഹേഷിനിപ്പോൾ വെച്ചടി കയറ്റുമല്ലേ. അവനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ അവന് വെച്ചടി കയറ്റുവാണെന്നൊക്കെ പറയാം. ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന പറയാണ്, എൻ്റെ ദൈവമേ, ആകാശ് എന്നെയും മക്കളെയൊക്കെ ഒന്ന് അംഗീകരിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പൊക്കെ ഇങ്ങനെ സംഭവിച്ചല്ലോ. പക്ഷേ ആകാശിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ ആരെക്കൊണ്ടും അനുവദിക്കില്ല. അവന് വേണ്ടി ഞാൻ പോരാടും എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുചിത്രയാണെങ്കിൽ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്, എന്നിട്ട് നീ എന്തെങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ആകാശ് ഒരു തോൽവിയിലേക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് രചനയും പോവാണ്. അങ്ങനെ ഇവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.